പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഫോറസ്റ്റ് ടോക്സിൽ ഞാൻ സിമി ബാബ്ജൻ. കഴിഞ്ഞ 2 വീഡിയോകളിലായി ഗുഡ് പേരൻറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ നല്ല ഭക്ഷണശീലം എങ്ങനെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭക്ഷണശീലം മൂലം ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നമ്മുടെ മക്കളിൽ നല്ല ഭക്ഷണശീലം വളർത്തിയെടുക്കുക എന്നത് വളരെയധികം ആവശ്യമായ കാര്യമാണ്. ചെറിയ പ്രായം മുതൽ ശീലിപ്പിച്ചാൽ മാത്രമേ നല്ല ഭക്ഷണശീലം കുട്ടികളിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ. ചെറുപ്രായത്തിൽ തന്നെ മിനറൽസും വൈറ്റമിൻസും ഒക്കെയുള്ള ഭക്ഷണങ്ങൾ അവരെ നമ്മൾ ശീലിപ്പിക്കേണ്ടതാണ്. അനാവശ്യമായി ജങ്ക് ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കാതെ പ്രകൃതിയിൽ തന്നെയുള്ള വളരെ അമൂല്യമായ ഭക്ഷണം നമ്മൾ അവരെ ശീലിപ്പിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ ഇഷ്ടങ്ങളോട് ഒരിക്കലും നോ പറയരുത്. വളരെ അപൂർവമായെങ്കിലും അവരുടെ ഇഷ്ടങ്ങളും നമ്മൾ സാധിച്ചു കൊടുക്കണം. എന്നാൽ അത് മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന അവരുടെ വാശി ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അതിൻ്റെ ദോഷങ്ങൾ എന്താണ് എന്ന് കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ തന്നെ അവരാ ശീലം മാറ്റിയെടുത്തോളും. എല്ലാ ഭക്ഷണവും ഇഷ്ടത്തോടെ കഴിക്കാൻ നമ്മൾ അവരെ ശീലിപ്പിക്കുക. പിന്നെ പ്രധാനമായ ഒരു കാര്യമാണ് ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ അവരെ നമ്മൾ ശീലിപ്പിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ വില നമ്മൾ അവരെ മനസ്സിലാക്കിക്കണം. ഭക്ഷണം കിട്ടാതെ ഒരുപാട് ആളുകൾ, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന സത്യം അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഭക്ഷണം വളരെയധികം അമൂല്യവും അതിൻ്റെ ഗുണവും പറഞ്ഞ് മനസ്സിലാക്കിയാൽ അവർ നല്ല ശീലങ്ങളിലേക്ക് തന്നെ വരുന്നതായിരിക്കും. ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞു മക്കൾക്ക് പോലും വളരെയധികം അളവിൽ ഭക്ഷണം കൊടുത്തു വിടുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമായിരിക്കണം നമ്മൾ കൊടുത്തു വിടേണ്ടത്. സ്കൂളുകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും ഭക്ഷണത്തിന് അവരുടെ അളവ് നമ്മൾ മനസ്സിലാക്കുകയും അത് അവരെ കഴിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ പ്രധാനമാണ് എന്നും ഒരേ തരത്തിലുള്ള ഭക്ഷണം കൊടുത്ത് അവർക്കതിനോട് ഒരു വിരോധമുണ്ടാക്കാതെ ചെറുതായെങ്കിലും വ്യത്യസ്തത നിറഞ്ഞ ഭക്ഷണം നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഭക്ഷണത്തോട് ഇഷ്ടം തോന്നി അവർ അത് കഴിക്കുകയും അതിനോട് അവർക്ക് വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യും. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഭക്ഷണം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാൻ, ആരോഗ്യകരമായി ഷെയർ ചെയ്യാൻ നമ്മൾ അവരെ ശീലിപ്പിക്കുക. നമ്മൾ അവരോട് ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നൊരിക്കലും മാതാപിതാക്കൾ പറയരുത്. അത് അവർ വളർന്നു വരുമ്പോൾ സ്വാർത്ഥരാകാൻ മാത്രമേ സഹായിക്കൂ. ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളത് അനുഭവിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു സന്തോഷം കിട്ടാൻ നമ്മൾ തീർച്ചയായും ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. അവരെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കരുത്. എപ്പോഴും നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കരുത്. അവർക്ക് വിശപ്പ് എന്താണ് എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഭക്ഷണത്തിൻ്റെ രുചിയും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വിലയും അവർക്ക് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് നല്ല ഭക്ഷണശീലം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുത്ത് അവരെ നല്ല മക്കളായി ആരോഗ്യമുള്ളവരായി വളർത്തിയെടുക്കാൻ നമ്മൾ മാതാപിതാക്കൾ തീർച്ചയായും ശ്രമിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മളുടെ ഈ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെയധികം വില കൽപ്പിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ കമൻസും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഈ യാത്ര വളരെ മനോഹരമാക്കാൻ ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അടുത്ത വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.